കോൾസ്ലോ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അതും ഒരു KFC സ്റ്റൈൽ കോൾസ്ലോ പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിൽ ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മെയിനായിട്ട് ക്യാബേജും ക്യാരറ്റും. അപ്പോൾ ക്യാബേജ് കൂടുതലും ക്യാരറ്റ് വളരെ കുറച്ച് മതി. എങ്ങനെയായാലും അത് ഒന്ന് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ക്യാബേജ് വളരെ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടുന്നത് 1 കപ്പ് മോര്, ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം, ഒരു 2 to 3 ടേബിൾ സ്പൂൺ മയോണൈസും ഉപ്പും പഞ്ചസാരയും വൈറ്റ് പെപ്പർ പൗഡറാണ്. അപ്പോൾ മിക്സ് ചെയ്യുന്ന ഒരു ബൗളിലേക്ക് 1 കപ്പ് മോര് ഒഴിക്കാം. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം അതൊരു 1/2 കപ്പ് വരെ എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഒരു 1/4 കപ്പ് വരെയൊക്കെ എടുക്കാം അതിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട്. ഇനി നമുക്ക് ഒരു 1-2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മധുരം, നല്ല മധുരം ഉണ്ടാവുമല്ലോ KFCൻ്റെ കോൾസ്ലോന്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരവും ചേർക്കണം. പിന്നെ ഇതിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ഉപയോഗിക്കാൻ പാടില്ല, വൈറ്റ് പെപ്പർ പൗഡർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതന്നെ വളരെ കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ഉപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി മധുരം കൂടി ചേർക്കാനുണ്ട്. നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ 1.5-2 ടേബിൾ സ്പൂൺ വരെ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാബേജ് കൂടുതലും ഇപ്പോൾ 2 കപ്പ് ക്യാബേജിന് ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് തന്നെ നമുക്ക് മോര് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പാല് മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാം, അപ്പോൾ ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതൊരു നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, മോരും ഫ്രഷ് ക്രീമും ഇല്ലെങ്കിൽ വെറും പാലും മയണൈസും പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കോൾസ്ലോ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഏതാ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.